UDFന്റെ പ്രതിനിധിയോടെയാണ് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ഇതേ പോത്തുകല്ലിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ, ലൈഫ് മുതലായ പദ്ധതികൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർത്തലാക്കുമെന്ന്. നിങ്ങളുടെ വാഗൊണ്ട് പറഞ്ഞതാണ്, ഈ കേട്ടതാണ് ഈ ഇരിക്കുന്ന ജനം മുഴുവൻ. പ്രവാസി ക്ഷേമത്തെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? മുൻപൊരു മന്ത്രി ഉണ്ടായിരുന്നു, MM മാസൻ. ഒരു വകുപ്പും കൊടുത്തിരുന്ന ആ വ്യക്തിക്ക് കേരളത്തിലെ പ്രവാസികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരക്ഷരം മിണ്ടുകയോ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തികൾ ചെയ്ത ഒരു സർക്കാരായിരുന്നു UDFൻ്റേത്. 3000 മുതൽ 8000 രൂപ വരെ ഇന്ന് പ്രവാസികൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. അറിയുമോ നിങ്ങളത്? നിങ്ങൾക്ക് എന്തെങ്കിലും കാലത്ത് ലോക കേരള സഭ കേരളത്തിൽ നടത്തുമ്പോൾ എല്ലാവരുടെയും പ്രതിനിധികളായിട്ട്, സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും പ്രതിനിധികളായിട്ട് ലോക കേരള സഭയിലേക്ക് പുറം കേരളത്തിലുള്ളവരെ, കേരളത്തിന് പുറത്തുള്ളവരെ നമ്മളെ നിയമസഭയ്ക്കകത്തുള്ള ശങ്കർ നാരായണ ആ ഹാളിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഇവരെ ഇരുത്തിക്കൊണ്ട് ആ തീരുമാനമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തത്. അത് പോയി പഠിക്കാൻ. നിങ്ങൾ അന്ന് എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാൻ, അന്തസ്സായിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ കളിയാക്കുന്ന സ്വഭാവമല്ലേ നിങ്ങൾക്കുള്ളത്? മാന്യതയോടുകൂടി ഭക്ഷണം കഴിക്കാൻ, അന്തസ്സോടെ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞാൽ പറയുന്നതാണ് ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ അടിയാളന്മാരായി ജീവിക്കണം എന്നുള്ളത്. യൂസഫ് അലിയെ പോലെ യൂസഫ് അലി പറയുന്നത് കേൾക്കൂ. അങ്ങോട്ട് പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം വെക്കാനുണ്ട്? ചോദ്യം അതാണ്. പിണറായി വിജയൻ സർക്കാർ വെച്ചിരിക്കുന്ന നോർക്ക ഇപ്പോൾ 20 ലക്ഷം രൂപ വരെ 20 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ ലോണ് തരുന്നുണ്ട്. നിങ്ങൾ വന്നാൽ ഈ പദ്ധതി നിർത്തലാക്കുമോ?